ഹലോ, വെൽക്കം ടു ദിസ് ജോനീസ് വേൾഡ്. ഇപ്പോൾ ഒരു വാക്യം നമുക്ക് ഇന്നത്തെ ദിവസം ധ്യാനിക്കാം. സങ്കീർത്തനം 94 അധ്യായം 1 വാക്യം. പ്രതികാരത്തിൻ്റെ ദൈവമേ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ. പ്രതികാരത്തിൻ്റെ ദൈവമേ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ. നമ്മൾ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരമരുളുന്നു. കഷ്ടകാലത്ത് നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരമരുളുന്നു. എത്ര നല്ല കർത്താവ്, നമുക്ക് ഉത്തരമരുളുന്ന കർത്താവ്. ബൈബിളിൽ സങ്കീർത്തനം 50 അധ്യായം 14-15 വായിക്കുകയാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രയാഗം കഴിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനം പറയുന്നത് നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലൊരു വാക്യമാണ് സങ്കീർത്തനം 94 1 വാക്യം. പ്രതികാരത്തിൻ്റെ ദൈവമേ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ. കർത്താവ് പ്രകാശിക്കുന്നതാണ്. യേശു അപ്പച്ചൻ ഈ ലോകത്ത് വന്നത് നമ്മളെ പ്രകാശിപ്പിക്കാൻ. നമ്മൾ ഷൈൻ ചെയ്യണം. ഫ്ലൈയിങ് കളേഴ്സ്, ഷൈൻ ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. നല്ല നിലത്ത് വീണ വിത്ത് എങ്ങനെയാണ് 30, 60, 100 മേനിയായി കൊയ്തെടുക്കുന്ന പോലെ വചനമെന്ന വാളെടുക്കുവാൻ നമ്മൾ കടംപെട്ടിരിക്കുന്നു. വചനം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ധ്യാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സങ്കടകരം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നു, ഒരു ദിവസം ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തളർന്നു പോകുന്നു. അത് മനസ്സിലാക്കുമ്പോൾ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു, പ്രകാശിക്കുവാൻ വേണ്ടി. നമ്മൾ പ്രകാശിക്കണം. യേശു ഉദിച്ചതെന്നാണ് ഡിസംബർ 25 ക്രിസ്മസ് എന്ന് നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പുകഴ്ത്തേണ്ടതാണ്. പ്രകാശിക്കുന്ന ദൈവമായ യേശു ക്രിസ്തുവിനെ പുകഴ്ത്തേണ്ടതാകുന്നു. യേശുപ്പച്ചനെ നമ്മൾ ധ്യാനിക്കാം. യേശുപ്പച്ചൻ പറയുന്നത് പോലെ ജീവിക്കാം. യേശുപ്പച്ചൻ എന്താണ് പറയുന്നത്? പ്രതികാരത്തിൻ്റെ ദൈവമാണ്. പ്രതികാരത്തിൻ്റെ ദൈവം ചെയ്യും. പ്രതികാരം കർത്താവിനുള്ളത്, യഹോവയ്ക്കുള്ളത്. പ്രതികാരം. നിങ്ങൾ ചുമ്മാതിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരിപ്പിൻ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. മിണ്ടാതിരിക്കുമ്പോൾ കർത്താവ് അതിന് വേണ്ടി എഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്. യുദ്ധം ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്. എത്ര നല്ല കർത്താവ്. നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് ചെയ്യേണ്ട, കർത്താവ് യുദ്ധം ചെയ്യും. യഹോവ സബയോത്ത്, സങ്കീർത്തനം 46 അധ്യായം വായിക്കുകയാണെങ്കിൽ 7, 10, 11 വായിക്കുമ്പോൾ യഹോവ മിണ്ടാതിരിക്കും. ദ ലോർഡ് ഓഫ് ഹോസ്റ്റ് ഈസ് വിത്ത് us എന്ന് പറയുന്ന വാക്യമുണ്ട്. ദ ലോർഡ് ഓഫ് ഹോസ്റ്റ് ഈസ് വിത്ത് us. അതുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യണ്ട. പ്രതികാരം യഹോവയ്ക്കുള്ളത്. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നമ്മളെ പ്രകാശിപ്പിക്കും. നല്ല ദിവസത്തിൽ കർത്താവിനെ ധ്യാനിക്കാം, ആരാധിക്കാം. ഒന്നുകൂടി സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനം 94 1. പ്രതികാരത്തിൻ്റെ ദൈവമേ യഹോവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ. ആമേൻ, ആമേൻ.